മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കാരണം CPM എന്ന രാഷ്ട്രീയ പാർട്ടി അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇനി എന്ത് പറഞ്ഞ് ന്യായീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം. വീണ വിജയൻ എന്ന വ്യക്തിയുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിന്റെ രാഷ്ട്രീയ ഭാരം പേറേണ്ട ഗതികേടിലേക്ക് നീങ്ങിയിരിക്കുകയാണ് CPM സർക്കാരും. വല്ലാത്തൊരു രാഷ്ട്രീയ അവസ്ഥ. മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം CPM ഏറ്റെടുത്തതിനാൽ SFIO അന്വേഷണത്തിന്റെ ഇനിയുള്ള നീക്കം പാർട്ടിക്ക് നിർണായകമാണ്. സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതത്തിന് വഴിവെക്കും. ഒഴിഞ്ഞു മാറിയാലും ഒഴിഞ്ഞു പോകാത്ത പ്രശ്നമാണ് CPM മുന്നിലുള്ള എക്സാലോജിക് എന്ന പ്രശ്നം. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് വീണ തായ്ക്കണ്ടി കരിമണൽ കമ്പനിയിൽ നിന്ന് ഓരോ മാസവും പണം വാങ്ങിയെന്ന പരാമർശം വരുന്നത്. മാസപ്പടി എന്ന ചോദ്യം മുഖ്യമന്ത്രിയെ മാത്രമല്ല CPM-നെയും വല്ലാതെ ചോദ്യത്തിലാക്കിയത് കൊണ്ട് തന്നെയാണ് പാർട്ടി തുടക്കത്തിലെ അതിനെ പ്രതിരോധിച്ചത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നായിരുന്നു മാസപ്പടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ വീണ വിജയനെ ന്യായീകരിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം. വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ CPM രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു. വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ലെന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നതെന്നും സംശയം പ്രകടിപ്പിച്ച് ROC റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ CPM അതിൽ ചാടി പിടിച്ചില്ല. വീണ വിശദീകരിക്കേണ്ടതെല്ലാം വീണ തന്നെ വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിൽ നേതാക്കൾ മുന്നോട്ടു പോയി. ഇതിന് പിന്നാലെയാണ് SFIO അന്വേഷണം വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആണ്. സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് സിറ്റിംഗിന് 25 ലക്ഷം രൂപ നൽകി മുതിർന്ന അഭിഭാഷകരെ ഇറക്കി. പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല. SFIയുടെ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആരോപണത്തിന്റെ ദിശ CPM മാറ്റിയത് ഈ ഘട്ടത്തിലാണ്. കർണാടക ഹൈക്കോടതിയും SFIക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞതോടെ ഇനി CPM-ന് നിർണായകം തന്നെയാണ്. ഏതായാലും എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം മുറുകും. വരും ദിവസങ്ങളിൽ SFIO അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും. നോട്ടീസ് നൽകി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ തടയുമോ എന്ന കാര്യവും വിധി ഉറ്റുനോക്കുന്നുണ്ട്. വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ വീണ തയ്യാറായേക്കും. ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട്. ഇതിനിടെ എക്സാലോജിക് കേസിൽ വീണയ്ക്കെതിരെ കർണാടക ഹൈക്കോടതി വിധി വന്നതോടെ നിയമക്കുരുക്ക് മുറുകി എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. എക്സാലോജിക് CMRL ഇടപാടിൽ 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCയും അന്വേഷണ പരിധിയിലുണ്ട്. നേരത്തെ ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം SFIOയ്ക്ക് കൈമാറുകയായിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് SFIO. വീണയുടെ കമ്പനി കൈപ്പറ്റിയ വൻ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക. മുൻപ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയപ്പോൾ GST അടച്ച വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത്. ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് ഉള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണവുമായി സഹകരിക്കണമെന്നും ആവശ്യമായ രേഖകൾ എക്സാലോജിക് സൊല്യൂഷൻസ് SFIക്ക് കൈമാറണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു.